ട്രാവൽ വിത്ത് ലോക്കിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പം നിൽക്കുന്നത് ലക്ഷദ്വീപിലുള്ള കവരത്തീരാണ്. അപ്പോൾ ഇന്ന് കവരത്തീര കാഴ്ചകളാണ് ഫുള്ള് കാണുന്നത്. നേരെ കവരത്തീരെത്തി നമ്മളിവിടെ സ്റ്റേ ചെയ്തായിരുന്നു ഇന്നലെ. അത് കഴിഞ്ഞിട്ട് ഇന്നത് ഇവിടെ നിന്നൊരു വണ്ടി എടുത്തുകൊണ്ട് ബൈക്ക് എടുത്തുകൊണ്ട് കവരത്തീ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇത് ഈ കാണുന്നത് ഇവിടുത്തെ സബ് ജയിലാണ്. പക്ഷേ ഇത് ഇപ്പം വർക്കിംഗ് അല്ല, നേരത്തെ പണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നേരത്തെ ആക്റ്റീവായിട്ടുണ്ടായിരുന്ന ഒരു ജയിലാണ്. പക്ഷേ ഇപ്പോൾ ഈ ജയിൽ പൂട്ടിക്കിടക്കുകയാണ്. അതുകൊണ്ട് അകത്തോട്ട് കയറി കാഴ്ചകളൊന്നും കാണാൻ പറ്റത്തില്ല. നമ്മൾ ഈ ഒരു തെങ്ങിൻ തോപ്പിൽ കൂടെ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ലക്ഷദ്വീപിൽ ഈ സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വനാർക്കിരിക്കകത്തൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഒരു ഹെലികോപ്റ്ററിൻ്റെ അകത്ത് പൃഥ്വിരാജിനെ കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ പറയുന്ന ഹെലികോപ്റ്റർ ഉള്ളത് ഈ കവരത്തിയിലാണ്. അതുപോലെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് എയർ ആംബുലൻസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഹെലികോപ്റ്റർ ഒന്ന് കാണാൻ പറ്റുമോ എന്നുള്ള പ്രതീക്ഷയോടാണ് പോകുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം പട്ടാളക്കാർ ഒക്കെ, അതായത് നേവിയൊക്കെ അത്യാവശ്യം കാവലൊക്കെ നിൽക്കുന്ന സ്ഥലമാണ്. ഈ ഒരു കാണുന്ന ഹെലികോപ്റ്ററാണ് നമ്മൾ ഈ പറയുന്ന ലക്ഷദ്വീപിനുള്ള ഹെലികോപ്റ്റർ. അതായത് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഉള്ള സംഭവമാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അവിടെ ഓടിച്ചു ചെന്നിട്ട് നമുക്കിപ്പം ഹെലികോപ്റ്റർ യാത്ര ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒന്നും യാത്ര ചെയ്യത്തില്ല. അതുപോലെ അടിയന്തര ഘട്ടങ്ങളിൽ മാത്രമാണ് ഈ പറയുന്ന ഹെലികോപ്റ്റർ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു റൈഡ് എന്ന് പറഞ്ഞാൽ നല്ലൊരു അനുഭവം തന്നെയായിരിക്കും. കാരണം ഈ പറയുന്ന ദ്വീപിൻ്റെയൊക്കെ ഒരു നല്ലൊരു വ്യൂ കിട്ടാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണിത്. ഭാവി ടൂറിസമൊക്കെ ആക്റ്റീവായി കഴിയുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ അവർ ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പം പോകുന്നത് പണ്ടൊരു കപ്പലിവിടെ വന്നിട്ട് കേടായി കിടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് കാണാം. അങ്ങോട്ടാണ് നമ്മൾ ഈ തെങ്ങിൻ തോപ്പിലൂടെ നടന്നു പോകുന്നത്. അവിടെ നോക്കിയാൽ അങ്ങ് ജസ്റ്റ് അതിൻ്റെ ഒരു ടോപ്പ് കാണാൻ പറ്റുന്നുണ്ട്. എന്നൊക്കെ അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി കാണാം. ഇതാണ് ആ കപ്പൽ കിടക്കുന്നത്. ആ കപ്പലിൽ നീളം നോക്കിയറിയാം, നല്ല നീളമുള്ളൊരു കപ്പലായിരുന്നു. പക്ഷേ അതിൻ്റെ നടുവശമൊക്കെ വെള്ളം അടിച്ചടിച്ചെല്ലാം പോയി. അതിൻ്റെ ഓരോ ഭാഗങ്ങളാണ് അവിടെ ഇവിടെയൊക്കെ വീണ് തകർന്ന് കിടക്കുന്നത്. ഇത് ഇവർ പറയുന്നത് സിമൻറ്റും കൊണ്ട് വന്ന കപ്പലായിരുന്നെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ സിമൻറ്റ് കട്ട പിടിച്ച് കിടക്കുന്നത് കാണാം. എന്നുവെച്ചാൽ അതിൻ്റെ അകത്തുണ്ടായിരുന്ന ലോഡ് താഴെ വീണ് വെള്ളവുമായിട്ടൊക്കെ മിക്സൊക്കെ ആയി സിമൻറ്റായി മാറിയിരിക്കുന്നതാണെന്നാണ് പറയുന്നത്. നല്ല ഇവിടെ നിന്ന് നോക്കിയാൽ അതിൻ്റെ ഒരു നീളം എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നല്ല നീളമുള്ള നല്ലൊരു വലിയൊരു കപ്പലായിരുന്നു. അത് കേടായി ഇവിടെ നിന്ന് മഷികളായിട്ട് തകർന്ന് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ്. ആരോ അതിൻ്റെ ടോപ്പിൽ കയറി നിസ ഐ ലവ് യു എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സംഭവം എന്തായാലും കൊള്ളാം. കപ്പൽ തകർന്ന് കിടക്കുന്ന കണ്ടിട്ടില്ലെങ്കിൽ നേരെ ഇങ്ങോട്ട് കവരത്തി വന്നാൽ മതി. ഇവിടെ കാണാം കപ്പൽ തകർന്ന് കിടക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങ് നോക്കി അങ്ങ് ദൂരെ നമ്മുടെ സിനിമയ്ക്കകത്തൊക്കെ കാണുന്ന അനാർക്കലിക്കകത്തൊക്കെ കാണുന്ന ലൈറ്റ് ഹൗസ് അങ്ങറ്റത്ത് കാണാൻ പറ്റും. നമ്മളിനി അടുത്ത് അങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ ഈ കാണുന്നത് കുറച്ച് ആൾക്കാർ കടലിൽ പോയിട്ട് മീൻ പിടിച്ചുകൊണ്ടിരുന്ന കാഴ്ചയാണ്. ഫുള്ള് ചൂര മീനാണ്. എന്നിട്ട് ലക്ഷദ്വീപ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ചുമ്മാ ജസ്റ്റ് അവർ വന്നേക്കുന്ന വള്ളത്തിൻ്റെ അടുത്തോട്ട് നമ്മളൊന്ന് പോവുകയാണ്. കടൽ തീരം ഈ പറയുന്ന നമ്മുടെ അഗത്തീരായാണെങ്കിലും ഈ പറയുന്ന നമ്മുടെ കവരത്തീരാണെങ്കിലും വളരെ മനോഹരം തന്നെയാണ്. കണ്ടു കഴിഞ്ഞാൽ അവിടെ കുറച്ച് നേരം നിൽക്കാൻ തോന്നും. ഈ ഒരു വള്ളത്തിൻ്റെ അകത്ത് നിറച്ചും ചൂരമീനാണ്. അവർ കടലിൽ പോയിട്ട് പിടിച്ചുകൊണ്ട് വന്നേക്കുന്ന മീനുകളെല്ലാം കൂടെ കൊണ്ട് അടുക്കി വെച്ചേക്കുകയാണ്. നല്ല രസമുണ്ട് ഈ സംഭവം ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നത് കാണാൻ. കാരണം വള്ളത്തെ വേറെ സംഭവങ്ങളോ മോട്ടറോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല. ഫുള്ള് നോക്കുമ്പം കാണുന്നത് ഇന്ന് ചൂരമീൻ ഇങ്ങനെ നിറച്ച് കുത്തി വെച്ചേക്കുന്നതാണ്. നമുക്കപ്പം പതി ഇവിടെ നിന്ന് മാറിയിട്ട് ഈ കവരത്തീരെ കടൽ തീരത്തിൻ്റെ ഭംഗി ജസ്റ്റ് ഒന്ന് കാണാം. ഒരു ബൈക്കിൽ ഒരു ചെറിയ റൈഡ് പോയിട്ടൊന്ന് കാണാം.
ഈ കാണുന്നതാണ് നമ്മുടെ ലൈറ്റ് ഹൗസ്. ആണ്ട് ആ കാണുന്നത് നമ്മുടെ അനാർക്കലി സിനിമയ്ക്കകത്ത് മറ്റേ ബിജു മേനോനും നമ്മുടെ പൃഥ്വിരാജും ഒക്കെ അതിൻ്റെ ടോപ്പിൽ കയറിയിരിക്കുന്ന. നമുക്കിപ്പോൾ അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല, കാരണം അവിടെ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് സൈഡിലൊരു ചേട്ടൻ മറ്റേ ചൂണ്ടയിടുന്നുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം, വലിയ മീനും കിട്ടുന്നുണ്ട്. ചേട്ടൻ അപ്പോൾ അവിടെ നിന്ന് അതിശക്തമായിട്ട് ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഉച്ച സമയമാണ്, നല്ല അടിപൊളി വെയിലുള്ള സമയമാണ്. അതുകൊണ്ട് അധിക നേരം നമുക്കവിടെ നിൽക്കാനുള്ള ക്ഷമയില്ല. കാരണം മീൻപിടുത്തം എന്ന് പറയുന്നത്, ചൂണ്ട ഇടിയിലെന്ന് പറയുന്നത് നല്ല ക്ഷമയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ക്ഷമയുള്ളവർ മാത്രമാണ് അതിങ്ങനെ നിന്ന് ചെയ്യത്തുള്ളൂ വെയിലത്ത്. പക്ഷെ നമുക്കത്ര ക്ഷമയില്ലാത്തതുകൊണ്ട് നമ്മളവിടെ നിന്ന് മതി തിരിച്ച് പോരുകയാണ്. ഇതെന്ന് പറയുന്നത് ഈ കവരത്തി ബീച്ചിൻ്റെ സൈഡിൽ തന്നെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഒരു ഈവനിങ് അത്യാവശ്യമായിട്ട് വന്ന് ഫാമിലിയൊക്കെ ആയിട്ട് ചില്ല് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. ലൈറ്റ് മ്യൂസിക്കൊക്കെ അവരോട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു നല്ലൊരു തണലൊക്കെ കൊണ്ട് ഫുഡൊക്കെ കഴിച്ച്, എന്ന് വെച്ചാൽ ഫുഡ് മീൻസ് സ്നാക്സൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ചൊക്കെ പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഇതൊക്കെ ഇവിടുത്തെ വെള്ളം ഉച്ചയായപ്പം ഇറങ്ങിപ്പോയതാണ്. ഈ ഒരു ലെവൽ വരെ വെള്ളം ഉള്ളതാണ്. അപ്പം കുറച്ച് കഴിയുമ്പോൾ ഈവനിങ് ആകുമ്പം ഈ വെള്ളമെല്ലാം കയറി വരും. ഈ ബോട്ടൊക്കെ നേരത്തെ വെള്ളത്തിൽ കൊണ്ട് കെട്ടിയിട്ടിരുന്നതാണ്. ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ പതിയെ വെള്ളം കയറി വരും. ഇതുപോലെയായിരുന്നു നമ്മൾ മറ്റേ പെരളി ദ്വീപിൽ പോയ സമയത്തും അവിടെ ബോട്ട് കൊണ്ട് കയറ്റി രാവിലെ ആങ്കർ ചെയ്തു. അടുത്ത വെള്ളം ഇറങ്ങിപ്പോയി. പിന്നെ വെള്ളം വരാൻ വേണ്ടി നോക്കി നിന്നു. കുറച്ച് വെള്ളം വന്നപ്പോൾ നമ്മൾ ഉന്തിയൊക്കെ വെള്ളം ഉള്ള സ്ഥലത്തോട്ട് കൊണ്ടുപോയിട്ടാണ് തിരിച്ച് കയറി വന്നത്. ഞങ്ങളപ്പോൾ കവരത്തിൽ കൂടെ ഇങ്ങനെ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നീര കുടിക്കാൻ കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഞങ്ങളിങ്ങനെ തപ്പി ഞാൻ ബൈക്കിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് തെങ്ങിൽ നിന്ന് ശുദ്ധമായി എടുക്കുന്ന പാനീയമാണ് നീര എന്നിവിടെ അറിയപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ അതിന് ചെത്തുകൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം, കിട്ടുമോ എന്ന് പോയി നോക്കാം. ഇതാണ് നമുക്ക് നീര ലഭിക്കാൻ പോകുന്ന സ്ഥലം. നീരയുണ്ടോ നീര? അപ്പോൾ നമ്മൾ പതിയെ ഈ പറയുന്ന കവരത്തിന്ന് തിരിച്ച് അഗത്തിയിലോട്ട് തന്നെ പോവുകയാണ്. എന്നെ സംബന്ധിച്ച് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ എനിക്കിഷ്ടപ്പെട്ട അഗത്തി തന്നെയാണ്. ഭയങ്കര സുന്ദരമാണ്, ആൾക്കാരുടെ എണ്ണം കുറവാണ്, നല്ല ശാന്തതയുള്ള സ്ഥലമാണ്. പക്ഷെ ഇവിടെ കുറച്ച് തിരക്ക് കൂടുതലാണ്. പിന്നെ എന്തോ അവിടുത്തെ ഒരു ഫീല് എനിക്കിവിടെ കിട്ടിയില്ല. എന്ന് വെച്ച് കവരത്തി കാണാൻ മോശമാണെന്നല്ല, കാരണം സ്കൂബ ഡൈവ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഈ പറയുന്ന ഓൾറെഡി അഗത്തി ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നോട് അഗത്തിയാണോ കവരത്തിയാണോ ഇഷ്ടം എന്നൊരാൾ ചോദിച്ചാൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എനിക്കിഷ്ടം ഈ പറയുന്ന അഗത്തിയാണ്. അപ്പോൾ നമുക്ക് വലിയ അഗത്തിയിലോട്ട് തിരിച്ച് യാത്ര ചെയ്യാം.